ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിൻ്റെ 4ാമത്തെ ആഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടെ 4ാമത്തെ ആഴ്ചയിൽ പവർ ടീമിന് വേണ്ടി നടത്തുന്ന ചലഞ്ചുകളെക്കുറിച്ചുള്ള ആദ്യ ടാസ്ക് ലെറ്റർ വായിക്കുന്നതിനിടയിൽ ബിഗ് ബോസ് വളരെ പ്രധാനമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഒരു പവർ ടീമിൻ്റെ കാലാവധി 4 ആഴ്ചയാണ് എന്ന്. അതായത് ഈ 4ാമത്തെ ആഴ്ചയോടുകൂടി നിലവിലെ പവർ ടീമിൻ്റെ കാലാവധി തീരുന്നു. അതായത് അന്നത്തെ ക്യാപ്റ്റനായ അർജുൻ ബിഗ് ബോസ് വീട്ടിൽ തിരഞ്ഞെടുത്ത പവർ ടീമിനെ ഇതിനിടയ്ക്ക് ഒന്നിൽ കൂടുതൽ ടീമുകൾ പവർ ടീമിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിരുന്നു. എന്നാൽ 5ാമത്തെ ആഴ്ച മുതൽ, അതായത് അടുത്ത തിങ്കളാഴ്ച മുതൽ ബിഗ് ബോസ് വീട്ടിൽ പുതിയ ഒരു പവർ ടീം ആയിരിക്കും അധികാരത്തിൽ വരിക. ആ പവർ ടീമിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ആഴ്ച നടക്കുന്ന ടാസ്കുകളിൽ 4 ടീമുകളും പങ്കെടുക്കണം. ഈ 4 ടീമുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിലെ ഒരംഗത്തിന് ക്യാപ്റ്റൻ ആകാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഈ ക്യാപ്റ്റൻ ആയിരിക്കും അടുത്ത പവർ ടീം ഏതെന്നും അടുത്ത ടീം ഏതെന്നും ഡിസൈഡ് ചെയ്യുന്നത്. ഈ ആഴ്ചയിലെ മത്സരം ഒരു ഗ്രൂപ്പ് മത്സരവുമാണ്, ഒരു ഇൻഡിവിജ്വൽ മത്സരവുമാണ്. ഈ ആഴ്ചത്തെ ഓരോ ടീമുകളും പോയിന്റ് നിലവാരം നേടി മുന്നിലെത്താൻ ശ്രമിക്കുന്നത് തങ്ങളുടെ ടീമിലെ ഒരംഗമായിരിക്കും ക്യാപ്റ്റൻ എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയാണ്. അവസാനം ഈ ടീം വിജയിക്കുന്ന ടീമിലെ അംഗങ്ങളെ ഒരുമിച്ച് കൂടി സെപ്പറേറ്റ് ഒരു ക്യാപ്റ്റൻസി മത്സരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതോ ഈ ഗെയിമുകളിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണോ അവർക്ക് ക്യാപ്റ്റൻസി നൽകുക എന്നത് വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, പുതിയ ക്യാപ്റ്റൻ വരുമ്പോൾ പുതിയ ക്യാപ്റ്റന് ഇഷ്ടമുള്ള രീതിയിൽ ടീമുകൾ തിരിക്കാൻ സാധിക്കുമോ? അങ്ങനെ ടീമുകൾ തിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആരെയൊക്കെ ഏതൊക്കെ ടീമുകളിലേക്ക് സജസ്റ്റ് ചെയ്യും എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതും മുന്നോട്ടുള്ള ഗെയിമിനെ നല്ലൊരു രീതിയിൽ സ്വാധീനിക്കും എന്നതിൽ മറുത്തൊരു അഭിപ്രായം പറയാനില്ല.